ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സായിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സമയം കളയാണ്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ അസറ്റോൺ? അസറ്റോണിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? അസറ്റോൺ എന്ന് പറയുന്നതിനുള്ളിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോ ഗ്രൂപ്പാണ് കേട്ടോ. കീറ്റോൺ ആണ്. അസറ്റോൺ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കീറ്റോ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കീറ്റോൺ ആണ് കേട്ടോ. ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അനാൾജസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അനാൾജസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ റിലീവ് ചെയ്യുന്ന ആളുകളാണ്. സോ 1 എന്ന് പറയുന്നത് 3യുമായിട്ടാണ് മാച്ച് ആവുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് ആൻറ്റിപയററ്റിക്സ് ആണ്. ആൻറ്റിപയററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളാണ്. ഓക്കെ. ദെൻ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗനിസത്തിൻ്റെ ഗ്രോത്ത് തടയുന്ന പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ സി എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് 2വിനോടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ആൽക്കീൻ എക്സ് വിത്ത് 4 കാർബൺ ആറ്റം അണ്ടർഗോസ് തെർമൽ ക്രാക്കിംഗ് ടു ഗെറ്റ് ദി പ്രൊഡക്ട്സ് Y and Z. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ്. ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ ആയതുകൊണ്ട് തന്നെ 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C4H10 ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫോർമുല ഓൾറെഡി. അപ്പോൾ ഇതിനുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നോക്കുക, ഇവിടെ XB എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. 4 കാർബൺ ആറ്റമാണ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുന്നത്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലോങ്ങർ ചെയിനുള്ള ആൽക്കെയിൻസ് എന്താണ്? സ്മോളർ ആൽക്കീൻസോ ആയിട്ടുള്ള സ്മോളർ ചെയിൻ ആയിട്ടുള്ള ആൽക്കീൻസോ ആയി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് വലിയ ചെയിന് ചെറിയ കുഞ്ഞു ചെയിനായി മാറുന്നു. സോ ഇവിടെ C4H10 എന്താ പറയുക, ഇവിടെ CH4ഉം CH2 ഡബിൾ ബോണ്ട് CH2 ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 1 2 3 കാർബൺ ആറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. പക്ഷേ അപ്പോൾ ആ ഒരു ബാലൻസ് കറക്റ്റ് ആവില്ല. സോ ബി തെറ്റാണ്. ദെൻ സി നോക്കാം. സി എന്ന് പറയുന്നത് C4H10 1 2 3 4 4 കാർബൺ ആറ്റം കറക്റ്റാണ്. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം നോക്കൂ, 2 4 6 8 എണ്ണേ ഉള്ളൂ. ഇവിടെ 10 എണ്ണം വേണമായിരുന്നു. സോ ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. C4H10 തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് ഒന്ന് ഈതെയിൻ ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എത്തീനും ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 എണ്ണം ഉണ്ട്. 1 2 3 4 എണ്ണം ഉണ്ട്. 3 3 6 6 4 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. An aromatic hydrocarbon has 6 carbon atoms and 6 hydrogen atom in its molecule. അതായത് അതിൻ്റെ ഫോർമുല എന്താണ്? C6H6 ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോമ്പൗണ്ട് അത് ബെൻസീൻ ആണ് കേട്ടോ. ബെൻസീൻ നമുക്കറിയുന്ന സാധനമാണ് ബെൻസീൻ. ഓക്കെ, ബെൻസീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ബെൻസീൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടായിട്ട് ഇതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇങ്ങനെ ഒരു വരച്ചിട്ട് ഇവിടെ നടുക്കൊരു വട്ടം ഇട്ടേക്കുന്നതും കാണാൻ പറ്റും. ഇതാണ് ബെൻസീൻ്റെ സ്ട്രക്ചർ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഓക്കെ, ഒരു ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യാണ്? ഇസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ OH ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ OH ഗ്രൂപ്പ് പ്ലേസ് ചെയ്യാണ്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പേരാണ് ഫിനോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫിനോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫിനോൾ എന്നാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ റൈറ്റ് ദി നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, അത് ഫിനോളാണ് കേട്ടോ. ഫിനോളാണ് ഇതിൻ്റെ പേര്. ഓക്കെ, സ്ട്രക്ചറും ഇതിൻ്റെ കാര്യം ഓർത്തിരിക്കാം. അല്ലെങ്കിൽ ബെൻസീനോൾ എന്നും പറയാറുണ്ട് കേട്ടോ. ഫിനോൾ അല്ലെങ്കിൽ ബെൻസീനോൾ എന്നും ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ കമ്പഷൻ? കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ഓക്സിജൻ്റെ പ്രസൻസിൽ നടക്കുന്ന കത്തുന്നതിനെ അല്ലേ, ബേണിങ്ങിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് വേറെ ഹൈഡ്രോകാർബൺ റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഹീറ്റും ലൈറ്റും ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കാം, ബ്യൂട്ടൈൻ എന്ത് ചെയ്യാണ്? എയറിൽ ബേൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും കേട്ടോ. കമ്പഷൻ്റെ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ എക്സിൻ്റെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ആയിരിക്കും കേട്ടോ. ദെൻ ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആറാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് പ്രൊപ്പീൻ
one H atom is replaced with OH to get a product X. ഓക്കെ, പ്രൊപ്പെയിൻ എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ എന്താണ്? പ്രൊപ്പെയിൻ എന്ന് പറയുന്നത് CH3 CH2 CH3 ആണ്. ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് അവിടെ OH ഗ്രൂപ്പ് വയ്ക്കുകയാണ്. അതായത് CH3 CH2 CH2 OH. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോമിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. CH3 CH2 CH2 OH. അതിൻ്റെ പേരെന്താണ്? IUPAC നെയിം എന്താണ്? പ്രൊപ്പാൻ 1 ആണ് കേട്ടോ. പ്രൊപ്പാൻ 1 ആണ് ഇതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, 1 molecule of an aliphatic compound has 6 carbon atoms. It is identified as a saturated carboxylic acid ആണ്. ഒരു 6 കാർബൺ ആറ്റമുള്ളൊരു എന്താ പറയുക കാർബോക്സിലിക് ആസിഡാണ്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ CH3 CH2 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 COOH. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, റൈറ്റ് ദി IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഇൻ ദിസ് ഫാമിലി വിത്ത് 5 കാർബൺ ആറ്റം. ഓക്കെ, 5 കാർബൺ ആറ്റം ഉള്ളെങ്കിൽ എന്താ വരാം? CH3 CH2 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 COOH. 5 കാർബൺ ആറ്റം അല്ലേ? 1 2 3 4 5. ഇതിൻ്റെ പേരാണെന്ത്? പെൻറ്റനോയിക് ആസിഡ്. ഓക്കെ, പെൻറ്റനോയിക് ആസിഡ് എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് ഗിവൺ കോമ്പൗണ്ട്സ്. 2,2-ഡൈബ്രോമോപ്രൊപ്പെയിൻ. ഇപ്പോൾ പ്രൊപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? 3 കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. 2,2-ഡൈബ്രോമോപ്രൊപ്പെയിൻ 2ലാണ്, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്ത് വരുന്നത്? ബ്രോമിൻ വരുന്നത് അല്ലേ? അപ്പോൾ BR. ഇനി ബാക്കി എന്ത് ഫില്ല് ചെയ്താൽ മതി? ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ മതി അല്ലേ? ഇപ്പോൾ ഇവിടെ എന്ത് വരും? CH3 BR അതുപോലെ തന്നെ CH3 ആണ്. ഓക്കെ, ദെൻ ഇപ്പോൾ 2,2-ഡൈബ്രോമോ പ്രൊപ്പൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്രൊപ്പൈൻ്റെയാണ് സ്പെല്ലിങ്ങിൽ ഒരു വയ്യേ ഉള്ളൂ. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH3. പ്രൊപ്പെന്ന് കേൾക്കുമ്പോൾ എന്താണ്? അവിടെ 3 കാർബണാറ്റാണ് വരുന്നത്. പ്രൊപ്പൈൻ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ഫസ്റ്റ് കാർബണിൽ കൊടുത്തു. ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.